വിവാഹത്തിന് മുന്നേ ദമ്പതികൾ ഒപ്പിടുന്ന നിയമപരമായ ഉടമ്പടിയാണ് പ്രീനപ്ഷ്യൽ എഗ്രിമെന്റ് അല്ലെങ്കിൽ പ്രീനപ്പ് എന്ന് പറയുന്നത്. വിവാഹബന്ധം വേർപിരിയുകയോ അല്ലെങ്കിൽ പങ്കാളികൾ ഒരാൾ മരണപ്പെടുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ സ്വത്തുക്കളും ബാധ്യതകളും എങ്ങനെ വിഭജിക്കണമെന്ന് ഈ കരാറിലൂടെ മുൻകൂട്ടി തീരുമാനിക്കും. ഇനി ഇതിന്റെ പ്രാധാന്യങ്ങൾ നോക്കാം. ഒരാൾ വിവാഹത്തിന് മുന്നേ സമ്പാദിച്ച സ്വത്തുക്കൾ, അതേപോലെ തന്നെ കുടുംബപരമായ ലഭിച്ച സ്വത്തുക്കൾ, ബിസിനസ്സിലൂടെ സമ്പാദിച്ച വരുമാനങ്ങൾ എന്നിവയെല്ലാം വിഭജിക്കപ്പെടാതെ സംരക്ഷിക്കാൻ ഇത്തരം കരാറിലൂടെ കഴിയുന്നു. ഒരു പങ്കാളിക്ക് വിവാഹത്തിന് മുന്നെയോ ശേഷമോ ഉള്ള കടങ്ങൾ, ഉദാഹരണത്തിന് ബിസിനസ് ലോൺ, സ്റ്റുഡന്റ് ലോൺ, ഇതൊക്കെ മറ്റേ പങ്കാളിയെ ബാധിക്കാതിരിക്കാൻ ഇത്തരം കരാറിലൂടെ കഴിയുന്നു. വിവാഹത്തിന് മുന്നേ തന്നെ ഇത്തരം സാമ്പത്തിക കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നത് ദമ്പതികൾക്കിടയിൽ ഒരു പരസ്പര ധാരണയും സുതാര്യതയും കൈവരിക്കാൻ സഹായിക്കും. രണ്ടാമത് വിവാഹം ചെയ്യുന്നവർക്ക് ആദ്യ ബന്ധത്തിലെ കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ച സ്വത്തുക്കൾ ഇത്തരം കരാറിലൂടെ സംരക്ഷിക്കാൻ സഹായിക്കും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നിലവിൽ ഈ പ്രീനപ്ഷ്യൽ അഗ്രിമെന്റിൽ അല്ലെങ്കിൽ പ്രീനപ്പിന് ഇന്ത്യയിൽ നിയമപരമായ സാധ്യതയില്ല. എന്നാൽ ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത്, അതായത് ഗോവയിൽ ഇതിന് നിയമസാധ്യതയുണ്ട്. പോർച്ചുഗീസ് സിവിൽ കോഡ് പ്രകാരം വിവാഹശേഷം സ്വത്തുക്കൾ പങ്കാളിക്ക് കൂടി അവകാശപ്പെട്ടത്. ഇത് ഒഴിവാക്കാൻ വേണ്ടി വിവാഹത്തിന് മുന്നേ തന്നെ നമുക്ക് പ്രീനപ്ഷ്യൽ അഗ്രിമെന്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ലോകത്ത് ഒരു രാജ്യത്തും ഈ പ്രീനപ്ഷ്യൽ അഗ്രിമെന്റ് നിർബന്ധമല്ല. എന്നാൽ ചില രാജ്യങ്ങളിൽ വിവാഹശേഷം സ്വത്ത് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി പ്രീനപ്ഷ്യൽ കരാറുകൾ ഒപ്പിടാവുന്നതാണ്. ഉദാഹരണത്തിന് UK, ജർമ്മനി, ചില അമേരിക്കൻ സംസ്ഥാനങ്ങളൊക്കെ. ഇന്ത്യയിൽ ഈ പ്രീനപ്ഷ്യൽ അഗ്രിമെന്റ് രജിസ്റ്റർ ചെയ്യാൻ പ്രത്യേക സംവിധാനങ്ങളൊന്നുമില്ല. എന്നാൽ പ്രത്യേകിച്ച് വലിയ പണക്കാരൊക്കെ ഇതൊരു കരാർ എന്ന നിലയിൽ രജിസ്റ്റർ ചെയ്യാറുണ്ട്. ഡൈവോഴ്സ് കേസുകളൊക്കെ നീണ്ടുപോകുന്ന ഈ കാലഘട്ടത്തിൽ വിവാഹത്തിന് മുന്നേ തന്നെ ഒരു പ്രീനപ്ഷ്യൽ കരാർ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കും.